ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം റാപ്പർ വേടൻ വീണ്ടും വേദിയിലെത്തി. പത്തനംതിട്ട കോന്നിയിലൊരു സംഗീത പരിപാടിയിലായിരുന്നു വേടൻ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ബലാത്സംഗ കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ വേടൻ ഒളിവിൽ പോയതാണ്. പക്ഷേ താൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്, ഒരു കലാകാരന് എവിടെയും പോകാൻ കഴിയില്ല എന്നായിരുന്നു ഇന്നലെ കോന്നിയിലെ സംഗീത പരിപാടിക്കിടെ വേടൻ തൻ്റെ ആരാധകരോട് പറഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെ റാപ്പർ വേടൻ ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിനായി തൃക്കാക്കര SHOയ്ക്ക് മുൻപാകെ ഹാജരായി. ഇപ്പോൾ വേടൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഉപാധികളോടെ വേടന് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്ന നിർദ്ദേശം വേടൻ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേടൻ തൃക്കാക്കര SHOയ്ക്ക് മുൻപാകെ ഹാജരായത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, വേടൻ ഇന്നലെ കോന്നിയിലെ സംഗീത പരിപാടിക്കിടെ പറഞ്ഞത് താൻ എവിടേക്കും പോയില്ല, ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് വേടനെ ഇത്രയും നാൾ കസ്റ്റഡിയിലെടുക്കാതിരുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്? വേടന് ഈ ജാമ്യം നേടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന ചോദ്യം, വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. പക്ഷെ എന്തായാലും വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇന്ന് ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ വേടൻ എന്തെങ്കിലും മാധ്യമങ്ങളോട് പറഞ്ഞോ? ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായോ ഡാനി? ടോം, ഇക്കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് കഴിയില്ല, വേടന് സംസാരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അതെല്ലാം എന്താണ് തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ബഹുമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരൊറ്റ വരികളിലാണ് അവസാനിപ്പിക്കുകയും പിന്നീട് സ്റ്റേഷൻ ഓഫീസർ വേടനെ ഇപ്പോൾ തൃക്കാക്കര SHOയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ആണ് റാപ്പർ വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായത്. രാവിലെ 9:30 തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ വേടൻ എത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് വേടന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ്. മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് പത്തനംതിട്ട കോന്നിയിലെ നടന്ന കരിയാട്ടം പരിപാടിയിൽ വേടൻ തൻ്റെ ആരാധകരോട് പ്രതികരിച്ചത്. അതായത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല, ജനങ്ങൾക്ക് മുൻപിൽ ജീവിച്ച് മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും വേടൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഡാനിയിലേക്ക് വീണ്ടും. ഡാനി, ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ? ടോമി, ചോദ്യം ചെയ്യൽ പ്രധാനമായും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നിരവധിയായ വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. കാരണം ദിവസങ്ങളോളം നീണ്ട വാദത്തിന് ശേഷമാണ് രണ്ട് പേർക്കും പറയുവാനുള്ളത് പൂർണ്ണമായും കേട്ട ശേഷമാണ് കോടതി ഇതിൽ മുൻകൂർ ജാമ്യം ഉപാധികളോടെ അനുവദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വാദമുഖങ്ങളിൽ നിരത്തിയ നിരവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേടൻ പറഞ്ഞ കാര്യങ്ങൾ, വേടന് വേണ്ടി ബോധിപ്പിച്ച കാര്യങ്ങൾ, അതിൽ പ്രധാനമായും തന്നെ ചില ഡിജിറ്റൽ തെളിവുകളടക്കം ഇവർ ഹാജരാക്കുകയും ചെയ്തു. ഈ പരാതിക്കാരിയായ പെൺകുട്ടി ബാങ്ക് ഇടപാടുകൾ നടത്തിയ വിവരങ്ങൾ പറഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്ന് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന ബോധ്യമാവുമ്പോൾ പിന്നീട് തനിക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു. ഇവരൊരു യുവ ഡോക്ടറാണ്. ആ മാനസികാവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു. തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു. മറ്റുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തി, ആരെയും അഭിമുഖീകരിക്കാൻ തനിക്ക് കഴിയാത്തൊരു മാനസിക തലത്തിലേക്ക് താൻ പോയി എന്നെല്ലാം തന്നെ അവർ കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. അതിൽ വേടൻ അതിന് മറുപടിയായി പറഞ്ഞത് അവർ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള
ചില വാട്സപ്പ് സന്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം കോടതിയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അതുപോലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇവരുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു. അത് പണമിടപാട് കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വരുന്നത് ഈ രീതിയിലുള്ള ആ കാര്യങ്ങളിൽ ഇനിയുള്ള കേസിൻ്റെ നടപടികളുമെല്ലാം തന്നെ ഇവരുടെ മൊഴികളും എല്ലാം തന്നെ വളരെ നിർണായകം തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ പോലീസ് മൊഴിയെടുക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കൊണ്ട് ഈ മൊഴിയെടുപ്പ് അവസാനിച്ചില്ല, പോലീസിൻ്റെ വിശദീകരണങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് കൂടി അതിൽ പരിഗണിക്കാമെന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായാൽ ജാമ്യം അനുവദിക്കണം എന്ന ഉപാധിയോടുകൂടിയാണ് കോടതി വേടന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നിപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് പരിഗണിക്കുകയും ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഇതിനിടയിൽ കോടതി അന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ പെൺകുട്ടി ഉയർത്തിയ ചില കാര്യങ്ങളിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നു, ഇയാൾക്കെതിരെ വേറെയും കേസുകൾ നിലവിലുണ്ട്, വേറെയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കേസിനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞ കോടതി തന്നെ മറ്റ് കേസുകളുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്കടക്കം 2 പരാതികൾ, പെൺകുട്ടികൾ നൽകിയ പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ പരാതികൾ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറിയിട്ടുണ്ട്. ഏതായാലും അതിൽ ഇതുവരെയും നടപടികളൊന്നും ആയിട്ടില്ല. ആ കേസിൻ്റെ നടപടികളിലേക്കും പോലീസ് കടക്കുകയും ചെയ്തിട്ടില്ല. ഇതിൽ ഗുരുതരമായ ആക്ഷേപം പോലീസ് നേരിടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടിയും അതിൽ തീർപ്പാക്കുന്നതുവരെയും വേണ്ടിയും എല്ലാം പോലീസ് കാത്തിരുന്നു എന്നതാണ്. ഈ വേടനെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ട് പോലും അതിലേക്ക് കടന്നില്ല എന്ന് പരാതിപ്പെടുകയുണ്ടായി. ഒരു സാധാരണക്കാരനാണ് ഇത്തരം കേസുകളിൽ പെടുന്നതെങ്കിൽ പോലീസ് അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യും, മറ്റ് നിയമ നടപടികൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് ഈ സമീപകാലത്ത് ഉയർന്നു വന്ന സിനിമാ താരങ്ങൾക്കെതിരായ കേസ്, അത് മുകേഷ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ സിദ്ദിഖ്, ഇവർക്കെതിരായ കേസുകളിലൊക്കെ അവർക്ക് ഈ പ്രതികൾക്ക് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടാനുള്ള അവസരം ഒരുക്കുന്നു. വേടന്റെ കേസിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഒരു ഘട്ടത്തിൽ പോലീസ് പോലും സംശയിച്ചു, പോലീസ് പറഞ്ഞ വാദങ്ങൾ ഇതാണ്, വേടൻ ഒരുപക്ഷെ വിദേശത്തേക്ക് കടന്നിരിക്കാം, അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടിരിക്കാമെന്ന്. പക്ഷെ വേടൻ തന്നെ ഇന്നലെ വളരെ വ്യക്തമായി കോന്നിയിലെ പരിപാടിയിൽ സൂചിപ്പിച്ചു, താൻ എവിടേക്കും പോയിട്ടില്ല, വേടൻ എവിടേക്കോ പോയി അല്ലെങ്കിൽ നാട് വിട്ടു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് വേടൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് വേടനെ പിടികൂടാൻ യാതൊരു വിധത്തിലുള്ള നീക്കങ്ങളും ശ്രമവും നടത്തിയില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോം, ഇക്കാര്യത്തിൽ വേടൻ്റെ ഇന്നത്തെ ഒരു കടന്നുവരവ്, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ നടത്തിയ ഈ സ്റ്റേജ് ഷോയ്ക്ക് മുമ്പാകെ നടത്തിയ ആ ഒരു പ്രഖ്യാപനം, അതിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നത് പോലീസ് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു, എല്ലാവിധ സാധ്യതയുമുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. തൊട്ട് തലേ ദിവസം അദ്ദേഹം മറ്റൊരു സ്റ്റേജ് പരിപാടിയിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. എന്തായാലും അതിൽ നിന്ന് തന്നെ സുവ്യക്തമായ ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നില്ല എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങളെന്നാണ്. കാരണം പോലീസിന് ഇയാളെ ട്രേസ് ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സുസജ്ജമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് അന്വേഷണം നടത്താം. പക്ഷെ അങ്ങനെ പോകുന്നില്ല എന്ന വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ പെൺകുട്ടി തന്നെ, ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ അവർ പോലും കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ട പരാതിയിൽ അതിൻ്റെ ഒരു തുടർ നടപടികൾ വളരെ മെല്ലെ പോക്കിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ വേടനെ അനുകൂലിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ പോലീസിനൊരു പങ്കില്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിവെച്ച് പോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെന്ന് പറയുന്നത്. കാരണം അയാൾ തന്നെ പറയുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു. പോലീസാകട്ടെ ഇയാൾ എവിടെയെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു. സംസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ, വളരെ പ്രശസ്തനായ ഒരാൾ, അയാളെ ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരിക്കലെങ്കിലും എവിടെയാണെന്ന് പോലും അന്വേഷിക്കാൻ പോലീസ് വ്യഗ്രതപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. ടോം, യെസ്, വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. കാരണം പോലീസ് ഇവിടെ സാധാരണക്കാരനെ പിന്തുടർന്ന് വേട്ടയാടുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന
പല വാർത്തകൾ ഈ സമീപ ദിവസങ്ങളിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വേടനെ പോലെയുള്ളവർക്കൊരു പ്രത്യേക പ്രിവിലേജിൻ്റെ ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കേസിലെ പ്രതിയല്ല. വേടനെതിരെ കൂടുതൽ യുവതികൾ പരാതികളുമായി മുഖ്യമന്ത്രി അടക്കം സമീപിച്ചിരുന്നു. ആ കേസുകളിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടെയാണ് വേടൻ ഇന്ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് മിണ്ടിയിട്ടൊക്കെ എന്നെ പോളോ ചോദ്യം ചെയ്തത് സഹകരിക്കും. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, എന്തായാലും വേടൻ പുറത്തിറങ്ങുമ്പോൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, ഇതിനു മുൻപ് ഈ വേടനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേടൻ എന്നൊരു കലാകാരനെ കുറിച്ച് കേരളം ചർച്ച ചെയ്തത് ഒരു ലഹരി കേസിൽ വേടനെ പിടികൂടിയപ്പോഴാണ്. പക്ഷെ അന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകളും രംഗത്തെത്തി. അതിനിടെ പോലീസ് വേടനെ ഒരു പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് വേടനെ പ്രതി ചേർത്തു. ആ സമയം ഇരുവാദം മുഴക്കി, ഒരു ജാതി കാർഡ് ഇറക്കുന്നു. പക്ഷേ ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. മറ്റതൊക്കെ പോലീസ് വേണമെങ്കിൽ പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴും, അതല്ലെങ്കിൽ ലഹരി കേസിനെ ലഘൂകരിക്കുമ്പോഴും, ഇവിടെ 3 യുവതികളാണ് ഇരകളാകപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി പോലും ഇതുപോലുള്ള ആളുകൾക്ക്, കോടതിയുടെ ആ പരാമർശം പോലും വീണ്ടും ഇതുപോലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതല്ല. കാരണം എന്താ പറയുക, ഈ പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഇതുപോലെ പരാതിയുമായി സമീപിക്കുന്നതിനെ എങ്ങനെ ഇതിനൊരു ലൈംഗിക കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്നുള്ള കോടതിയുടെ പരാമർശം പോലും വേടനെ പോലെയുള്ള ആളുകൾ ഒരു പഴുതായി ഒരുപക്ഷെ കണക്കാക്കാം. വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പോലീസ് ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത്, ഡാനി? പോലീസ് കേസിൻ്റെ മെറിറ്റിൽ തന്നെയാണ് പോലീസ് സമീപിക്കുന്നത്. കാരണം പോലീസ് പറയുന്നത് ഇക്കാര്യം കേസായിട്ട് കാണുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളൊരു പരിഗണനയും തങ്ങൾ നൽകുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ കോടതിയുടെ പരാമർശങ്ങൾ അത് ഈ ജാമ്യ വ്യവസ്ഥയ്ക്ക് ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കോടതി നിരീക്ഷിക്കുന്നത് പോലെ ആവില്ല ഒരുപക്ഷെ പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ കാര്യം. കാരണം അവരുടെ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളാണ് ഈ കാര്യങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്, ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പോലീസിന് മുന്നിലേക്ക് വരുന്ന തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ തീർച്ചയായും എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കടന്നു പോകുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ തെളിവുകളും തന്നെ പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ഇതുപോലുള്ള ഒരു പരാതികൾ വരുമ്പോൾ, ഈ ബ്രേക്കപ്പ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സൗഹൃദങ്ങളിൽ ഇടമുറിയുമ്പോൾ പലപ്പോഴും പിന്നീട് പലതും ആരോപണങ്ങളായി വരാം. അത് ഒരാളെ മനഃപൂർവ്വമായി അപകടപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ ചില കേസുകളിലെങ്കിലും അതങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർണ്ണ അർത്ഥം എന്തായാലും ഇനി കേസ് മുന്നോട്ട് പോകുമ്പോൾ വിചാരണ വേളയിലടക്കം ഇത്തരം കാര്യങ്ങൾ ഈ കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്താണ് ഈ പെൺകുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ പറയുവാനുള്ളത്? അവരിപ്പോഴും അവരുടെ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായി അവർക്ക് എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്വേഷണ സംഘം അവരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് പറയുവാനുള്ളത്, അവർക്ക് നൽകുവാനുള്ളത് അത്രയുമുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടി അവർക്ക് കൈമാറുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടുകയും ചെയ്യും. മറിച്ച് വേടന് എന്താണിതിൽ അതിന് ബദലായിട്ട് പറയാനുള്ളതെന്നതുകൂടി അന്വേഷണ സംഘം കേൾക്കുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒരുപക്ഷെ
മറ്റ് കേസുകളിലും വേടനെതിരായിട്ടുള്ള മറ്റ് ലൈംഗിക പീഡന പരാതികളിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ആളില്ലാത്ത സമയം പോലീസ് വീട് കുത്തി തുറന്നതായി പരാതി. ധനുവച്ചപുരം സ്വദേശി ബാബുരാജാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീടിനുള്ളിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് എടുത്തുകൊണ്ടുപോയെന്നും പരാതിയിൽ പറയുന്നു. ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബുവിനെതിരായ പരാതി അന്വേഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു അതിക്രമം. ഞാൻ ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. എൻ്റെ മകൻ കഴിഞ്ഞ 1-ാം തീയതി ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കുരിശടിയുടെ അവിടെ വെച്ച് ഒരാൾ മോനെ അടിക്കാൻ ചീത്തടിക്കുകയൊക്കെ ചെയ്ത് അവൻ പിടിച്ചിടുകയോ എന്തോ ചെയ്തു. അതിന് പോലീസ് കേസൊന്നുമായി നോക്കൊന്നും അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരിപ്പം വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം പഠിച്ച് തുറന്നിട്ട് പോയിരിക്കുകയാണ്. ചവിട്ടി തുറന്ന് എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പിള്ളേരെ കുറ്റം ചെയ്ത് നമ്മളറിയുന്നില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുക എല്ലാം ചെയ്യാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ പോലീസ് അതിക്രമത്തിനെതിരെ റൂറൽ എസ്.പിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ബാബുരാജ് പരാതി നൽകി. ധനുവച്ചപുരത്ത് നടന്ന അടിപിടി കേസിലെ 1-ാം പ്രതിയാണ് ചന്ദ്രബാബു എന്നും വീട്ടിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മാത്രമാണ് നടത്തിയതെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ സമീപ ദിവസങ്ങളിൽ പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികളും ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിനിടെയാണ് ധനുവച്ചപുരം സ്വദേശി ബാബുരാജ് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അരുൺ? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു ഈ ഒരു കേസിനൊക്കെ ആസ്പദമായ ഒരു സംഭവം. ഈ പറയുന്ന പരാതിക്കാരനായ ബാബുരാജ്, അദ്ദേഹം റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനാണ്. അദ്ദേഹവും ഭാര്യയുമായി താമസിക്കായിരുന്നു ധനുശ്വരത്ത്. അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രബാബു കഴിഞ്ഞ 1-ാം തീയതി ഒരു പാലുകാച്ചി വീടിന് സമീപത്ത് വെച്ച് സമീപവാസിയായ ഒരാളുമായി വാക്കേറ്റമുണ്ടാവുകയും അതൊരു കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തി എന്ന് പറയുന്നു. തുടർന്ന് ഈ എതിർഭാഗം പോലീസിൽ സമീപിച്ചിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡ് ചെയ്തെന്നാണ് പാറശാല പോലീസ് പറയുന്നത്. അതിലെ 1-ാം പ്രതിയായ ചന്ദ്രബാബുവാണ്. ചന്ദ്രബാബുവിനെ ഈ വീട്ടിലുണ്ട് എന്ന് തേടി അന്വേഷിച്ചെത്തിയതായിരുന്നു എന്നാണ് പോലീസിന്റെ വാദം. എന്തായാലും ബാബുരാജ് ആരോപിക്കുന്നത് അവർ ആരുമില്ലാത്ത സമയത്ത് പോലീസ് പിൻവാതിൽ ചവിട്ടി തുറന്ന് ഇവർ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പോയിരിക്കുന്ന സമയത്തായിരുന്നു പിൻവാതിൽ ചവിട്ടി തുറന്ന് ഭാര്യയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കവർന്നുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ബാബുരാജ് ഉന്നയിക്കുന്ന പരാതി. ഇദ്ദേഹം എസ്.പിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഉൾപ്പെടെ ഇയാൾ പരാതി നൽകി ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പോലീസ് നൽകുന്ന വിശദീകരണം ഇതാണ്: ഒരു അടിപിടി കേസിലെ പ്രതിയാണ് ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബു. അയാളെ കണ്ടെത്താൻ വേണ്ടിയാണ് വീട്ടിലെത്തിയത്. അങ്ങനെ വീട്ടിൽ അതിക്രമിച്ച് കയറിയില്ല എന്നാണോ പോലീസ് നൽകുന്ന വിശദീകരണം? പോലീസ് അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നില്ലെങ്കിലും പോലീസ് പറയുന്നത് 1-ാം പ്രതിയായ ചന്ദ്രബാബുവിനെ അന്വേഷിച്ചാണ് അവിടെ എത്തിയിരുന്നെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇനി വരും അന്വേഷണങ്ങളിലൂടെ നമുക്കത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചന്ദ്രബാബു കുടുംബം. കാരണം അവർ പറയുന്നത് മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി അതിനുള്ള ശിക്ഷ നൽകുക, അല്ലെങ്കിൽ അതിന് നിയമപരമായി മുന്നോട്ട് പോവുക. പക്ഷേ വയോവൃദ്ധരായ ഞങ്ങൾ കഴിയുന്നിടത്ത് ഇങ്ങനൊരു അതിക്രമം കാണിച്ചത് എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് അവർ പരാതിയിൽ ഉന്നയിക്കുന്നതും. അത് തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നതും. കാരണം മകനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല. ഇത് ഒരുപക്ഷെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ പോലും അവിടെ എത്താവുന്ന ഒരു കേസാണ്, ഒരു അടിപിടി കേസാണ്, മറ്റൊരു വലിയൊരു ക്രിമിനൽ കേസല്ല. അങ്ങനെയാണെങ്കിൽ പോലും എന്നിരുന്നാൽ പോലും അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള അതിക്രമം കാണിക്കുമ്പോൾ നമ്മൾ എവിടെ പരാതി ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പരാതിപ്പെടണം എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിലെ ഉന്നത അധികാരികൾക്ക് ഈ ഒരു പരാതി നൽകിയിട്ട് അവർ കാത്തിരിക്കുന്നതും. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ദളിത് യുവതിക്കെതിരെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ചുമത്തിയ മാലമോഷണ കുറ്റം നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. നേരത്തെ സസ്പെൻഡ് ചെയ്ത 2 പോലീസുകാർക്ക് പുറമെ അന്നത്തെ പേരൂർക്കട SHO ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. സാരംഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഈ വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരായിട്ടുള്ള വ്യാജ മാലമോഷണ കേസ്,
അത് നമ്മളേറെ ചർച്ച ചെയ്തതാണ്. കാരണം അത്ര അധികം ആ ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസികമായ പീഡനം നേരിട്ടു. അതിനുശേഷം 2 പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായി. പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് SHO ശിവകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട്, ഇയാൾക്കെതിരെ യാതൊരു നടപടിയും ഒന്നും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്? ഇത്തരത്തിൽ ബിന്ദുവിനെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു നുണക്കഥയുടെ ഭാഗമായാണ് ഈ ഒരു പരാതിയും അതിന്റെ ഭാഗമായി ഈ കസ്റ്റഡിയിലെടുത്തത് എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ ഒരു ശിവകുമാറിനെ അന്വേഷണ വിധേയമായിട്ടല്ലെങ്കിൽ പോലും ഈ ജില്ലയുടെ പുറത്തേക്ക് കോഴിക്കോടേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതൊരു സ്വാഭാവിക നടപടി മാത്രമായിരുന്നു. പക്ഷേ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അത്തരത്തിലൊരു ചെറിയ നടപടിയിൽ ഒതുക്കിയാൽ പോരാ, കൂടുതൽ അന്വേഷണം ഇതിന്റെ ഭാഗത്തു നിന്ന് വേണം, വകുപ്പ് തല അന്വേഷണം വേണം, കൃത്യമായ നടപടികൾ എടുക്കണമെന്ന് കാണിച്ചായിരുന്നു ബിന്ദു നിയമ പോരാട്ടം നടത്തിയത്. അതിൽ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി വിഭാഗ കമ്മീഷൻ അടക്കം ഇടപെട്ടിരുന്നു. ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു. കാരണം ബിന്ദുവിനെ ഒരു ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അന്നത്തെ രാത്രി മുഴുവൻ അവിടെ പിടിച്ചു നിർത്തുകയും അടുത്ത ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ മാല കണ്ടെടുത്തു എന്ന് പറഞ്ഞ് വിട്ടയക്കുന്നത്. അതും വിട്ടയക്കുന്നത് ഈ ഭാഗത്തിന് കണ്ടുപോകരുത്, ഈ ഭാഗത്തിന് താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു, പോലീസിന്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബിന്ദുവിനെ പറഞ്ഞുവിട്ടത്. മാത്രമല്ല ഇത്രയും സമയം വെള്ളമോ ഭക്ഷണമോ മറ്റ് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ ബിന്ദുവിനെ അനുവദിച്ചിരുന്നില്ല. അത്തരത്തിൽ തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു പോലീസിന്റെ ഭാഗത്ത്, പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. അതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ഒപ്പം ഇതിന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൈമാറുകയും, അതായത് ജില്ലക്ക് പുറത്തുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനായ വിദ്യാധരൻ, ഡിവൈഎസ്പി വിദ്യാധരൻ ഈ കേസ് അന്വേഷിക്കുകയും ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു മാല, കാണാതെ പോയ മാല ഈ ഓമന ഡാനിയലിന്റെ വീടിന്റെ പുറകുവശത്തെ ചവറ്റുകൂനയിൽ നിന്ന് കണ്ടെടുത്തു എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ തികച്ചും വ്യത്യസ്തമാണ്. ഈ ഓമന ഡാനിയലിന് മറവി അസുഖമുണ്ട്. അപ്പോൾ ഈ ഒരു മാല വീടിനകത്തുള്ള സോഫയുടെ സമീപത്ത് വെച്ച് മറക്കുകയായിരുന്നു. അത് പിന്നീട് അവിടെ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഈ ഒരു കസ്റ്റഡിയിൽ എടുത്തതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഈ മാല പുറകുവശത്തെ ചവറ്റുകൂനയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത്. അതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു യുവതിയെ കുറ്റവാളി ആക്കാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പോലീസിന് പാളിച്ച പറ്റി. അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലടക്കം കൃത്യമായി മനസ്സിലായി. ഇപ്പോൾ സസ്പെൻഷനിലായ 2 പോലീസുകാർക്ക് ഉപരി ഈ ഒരു ശിവകുമാറിന്, സ്റ്റേഷൻ ഹൌസ് ഓഫീസറായ ശിവകുമാറിനെതിരെ വകുപ്പ് തല നടപടികൾ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു കേസിൽ ബിന്ദു നിരപരാധി എന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുണ്ട്. കേട്ടോ, തീർച്ചയായും. അതായത് ഈ ശിവകുമാർ, SHO ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ്, ആരാണ് ഈ ശിവകുമാറിനെ സംരക്ഷിക്കുന്നത്? കാരണം ഈ പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അതിക്രമങ്ങളുടെ ഉത്തരവാദി SHO തന്നെയായിരിക്കും. അവരെ സംരക്ഷിക്കുന്ന നിലപാട്, താഴേക്കിടയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു. ഇതാണ് പലപ്പോഴും പല കേസുകളിലും കണ്ടുവരുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിവകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ സാരംഗ്? തീർച്ചയായും ടോം, ഇത്തരത്തിലൊരു വ്യക്തമായ ഒരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ 3 പോലീസുകാരടക്കം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചതും ഇത്തരത്തിൽ മൊഴി, അതായത് ചോദ്യം ചെയ്തതടക്കം തെറ്റായ രീതിയിലാണെന്നുള്ള കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ പേരൂർക്കട സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതികൾ ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ട്. ആ സമയത്ത് വിവിധ സംഘടനകൾ നടത്തിയ മാർച്ചിലടക്കം പരാമർശിച്ചിരുന്നു. ഈ ഒരു പേരൂർക്കട സ്റ്റേഷനിൽ സാധാരണക്കാർക്കെതിരെയുള്ള പെരുമാറ്റം വളരെ മോശപ്പെട്ട രീതിയിലാണ്, പല രീതിയിലുള്ള ആരോപണങ്ങളും ഈ സ്റ്റേഷനെതിരെ വന്നിരുന്നു. ആ സമയത്തടക്കം അത് ആരോപണങ്ങൾ പൊങ്ങി വന്നിരുന്ന സമയമുണ്ടായിരുന്നു. അത്തരത്തിൽ തുടർച്ചയായുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലടക്കം ഈ ഒരു SHOനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തുടർച്ചയായി വരുന്ന കസ്റ്റഡി മർദ്ദനവും
പിന്നെ ഒപ്പം തന്നെ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം വരുന്ന പല സംഭവങ്ങളും തുടർച്ചയായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് പൊതുജന മധ്യത്തിൽ ഏറെ ചർച്ചയായിരിക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ ഏറെ ഗൗരവപരമായിട്ടായിരിക്കും സർക്കാർ കണക്കാക്കുക. മാത്രമല്ല ഈ ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ SHOയുടെ നേർക്ക് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. കാരണം ഇത് ഇത്തരത്തിൽ ന്യായീകരിക്കാനുള്ള യാതൊരു പഴുതും വെക്കാത്ത രീതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. അതായത് നുണക്കഥ, കെട്ടിച്ചമച്ച കഥയാണ് ഈ ഒരു ബിന്ദുവിനെതിരെ ഉണ്ടാക്കിയെടുത്തത് എന്നത് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല അത് ബിന്ദു ഇതിനു മുൻപ്, അതായത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അടക്കം പറഞ്ഞ മൊഴികൾക്ക് ഒത്തുനിൽക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ്. കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ഒലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിനാഷ് രാധാകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. അവിനാഷ്, വലിയ രീതിയിലുള്ള യുവാക്കളുടെ പ്രക്ഷോഭം നേപ്പാളിൽ അലയടിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെച്ചതാണ്. പക്ഷെ ഇന്ന് പ്രധാനമന്ത്രിയും രാജിവെക്കുന്ന സാഹചര്യം. ഈ പ്രക്ഷോഭം ഇപ്പോഴും അവിടെ തുടരുകയാണോ? എന്താണ് ഈ പ്രധാനമന്ത്രി രാജിവെച്ച പശ്ചാത്തലത്തിൽ എന്താണ് ഇപ്പോഴത്തെ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ എന്താണ്? നേപ്പാളിൽ ഒരു സമരമായി തുടങ്ങി അതൊരു സംഘർഷമായി മാറി ഇപ്പോൾ ഒരു കലാപ സമാനമായ അന്തരീക്ഷമാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് നേപ്പാളിലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇന്നലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. കൂടാതെ ഇന്ന് 3 മന്ത്രിമാർ കൂടി രാജിവെച്ചിരുന്നു. അങ്ങനെ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട 4 മന്ത്രിമാർ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നേപ്പാളിലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി കൂടി രാജിവെച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം വീടുകൾ കത്തിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പ്രസിഡന്റിന്റെ വീടടക്കം അക്രമികൾ കയറി അടിച്ചു തകർത്തു. അതുപോലെ KP ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതിയിലുണ്ടായ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. തുടങ്ങി വലിയ രീതിയിലുള്ള കലാപമാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ അരങ്ങേറുന്നത്. ഇന്നലത്തെ സംഘർഷത്തിൽ 26 ആപ്പുകൾ താത്കാലികമായി നിരോധിച്ച നടപടി പിൻവലിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. എന്നാൽ സംഘർഷം അതിലൊന്നും അടങ്ങിയില്ല. ഇപ്പോൾ അഴിമതി സർക്കാർ രാജിവെക്കണം, KP ഒലി ശർമ്മ രാജിവെച്ചാലേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള ശക്തമായ തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. നേപ്പാളിൻ്റെ ആർമി ചീഫാണ് ഇത്തരത്തിൽ ശർമ്മ ഒലിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഒരിക്കലും ഇനിയിപ്പോൾ സർക്കാർ തുടർന്നുകൊണ്ട് ഈ ഒരു സമരത്തിൽ നിന്ന്, ഈ ഒരു കലാപത്തിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കാനാവില്ല. സർക്കാർ രാജിവെക്കുക, പ്രധാനമന്ത്രി പദം ശർമ്മ ഒലി രാജിവെക്കുക. അതിനുശേഷം മിലിറ്ററി ഈ ഒരു സമരം ഒതുക്കി തീർക്കും എന്നുള്ളതാണ് മിലിറ്ററി ചീഫ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KP ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട VIP-കളെല്ലാം ഇവിടുന്ന് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റാൻ, രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അവിടെ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നേപ്പാളിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അടച്ചു. പുറത്ത് സൈന്യത്തിന്റെ സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. എന്നാൽ അസാധാരണമായ സാഹചര്യം നേപ്പാളിൽ ഉണ്ടാകുന്നു. അതായത് ഒരു 3 ദിവസം മുൻപ് ഫേസ്ബുക്കും എക്സും ഉൾപ്പെടെയുള്ള 26 സമൂഹ മാധ്യമങ്ങൾക്ക് നേപ്പാൾ സർക്കാർ വിലക്ക് ഏർപ്പെടുന്നു. അതേ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലുള്ള ചെറിയൊരു പ്രതിഷേധം അത് വലിയ പ്രക്ഷോഭമായി ആളിക്കത്തുന്ന സാഹചര്യം. അതിനിടെ നിരവധി ഈ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന, അതായത് സമരക്കാരായിട്ടുള്ള 19ഓളം ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും രാജിവെച്ചല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭകാരികളുടെ, സമരക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ഈ സമരക്കാർക്ക് ഇപ്പോൾ ഇവർ രാജിവെച്ചതല്ല, ഇവർ നാട് വിട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. ഇവരെ എല്ലാം കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു നിലപാടിലേക്ക് ഈ ഒരു സമരക്കാർ എത്തുന്നത് പോലെയാണ്. കാരണം ഇതൊരു യുവാക്കളുടെ കൂട്ടായ്മയാണ്. ഇവർക്ക് പ്രത്യേകിച്ച് നേതൃത്വം നൽകിയിരുന്നത് ഒരു സുഡാൻ ഗുരുങ് എന്ന് പറയുന്ന 36-കാരനായ യുവാവാണ്. ഹമി നേപ്പാൾ എന്ന് പറയുന്ന ഒരു യുവാക്കളുടെ കൂട്ടായ്മയുടെ തലവനാണ് ഈ സുഡാൻ ഗുരുങ് എന്ന് പറയുന്ന ആള്. ഇയാളാണ് ഈ സംഘത്തെ നയിക്കുന്നത്. ഇവർ ആദ്യം ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ഈ നിരോധിച്ച ആപ്പുകളെല്ലാം നിരോധനം പിൻവലിക്കുക, രാജ്യത്ത് പ്രവർത്തനം സജ്ജമാക്കുക. എന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് ഈ ആളുകൾക്ക് മറ്റൊരു തരത്തിലേക്ക് ഈ ഒരു സമരത്തെ കൊണ്ടുവരുന്നതും അതൊരു സംഘർഷമായി മാറുന്നതും. അതായത്
ഈ രാജ്യത്തെ അഴിമതി ആണ് ഇവിടെ നടക്കുന്നത്. ഈ രാജ്യത്തെ നികുതി പണമെല്ലാം ഈ മന്ത്രിമാരുടെ മക്കൾ സുഖമായി ജീവിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അവർ ലക്ഷറി കാറുകൾ വാങ്ങുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു. അതെല്ലാം ഈ മന്ത്രിമാരുടെ മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് ജോലിയില്ല, അവർക്ക് ജീവിക്കാൻ നല്ല സൗകര്യങ്ങളില്ല. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ നടത്തുന്ന അഴിമതിയാണ്. അത്തരത്തിൽ ഈ അഴിമതി സർക്കാർ ഈ രാജ്യത്ത് നിന്ന് അധികാരത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തി. എന്തായാലും 24 മണിക്കൂറത്തെ അവരുടെ അതിശക്തമായ സംഘർഷത്തിൽ, സമരത്തിൽ, പ്രക്ഷോഭത്തിൽ അവരുടെ ആവശ്യം നടന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ ശർമ്മ ഒലി അടക്കം രാജിവെച്ചിട്ടും സർക്കാർ താഴെ വീണിട്ടും അവർ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഈ നാട് വിട്ടു പോകാൻ, അതായത് ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന ഭയത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം രാജ്യം വിടാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിനെ തടയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികൾ നടത്തുന്നത്. എയർപോർട്ടുകളുടെ വെളിയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ ചെറുക്കാനായിട്ട് എയർപോർട്ടുകളുടെ പുറത്ത് സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. അതാണ് ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അഭിലാഷ്, ഇപ്പോഴും പ്രതിഷേധം ആളിക്കത്തുന്നുണ്ട്. അതിനിടെ ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള ചില മലയാളികൾ ഈ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അങ്ങനെ ഈ വിനോദസഞ്ചാരികൾക്ക് അല്ലെങ്കിൽ വിദേശികളെ സംബന്ധിച്ച് ഒരു സുരക്ഷിതമായിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ സുരക്ഷ അവിടുത്തെ സർക്കാരും അവിടുത്തെ ഭരണകൂടവും സുരക്ഷ ഒരുക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോഴുള്ളത്? ഈ വിഷയത്തിൽ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ പോയിരിക്കുന്ന എല്ലാവരോടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രത പാലിക്കണമെന്നും അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്താണോ പറയുന്നത് അത് കൃത്യമായി കേൾക്കണമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. അധികം പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ നിലവിൽ കാഠ്മണ്ഡുവിലാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞയാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തങ്ങണമെന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും ഇന്ത്യൻ സർക്കാർ എത്രയും വേഗം കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചെത്തിക്കാനുള്ള, അല്ലെങ്കിൽ കാഠ്മണ്ഡുവിന് പുറത്തെത്തിച്ച് സുരക്ഷിതമാക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇത്തരത്തിലൊരു സംഘർഷം അവിടെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ സംവിധാനങ്ങൾ തീർച്ചയായും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. കാരണം രാജ്യത്തിപ്പോൾ ഒരു സർക്കാരില്ല, സർക്കാർ താഴെ വീണിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ നയിക്കുന്നത് നേപ്പാൾ സൈന്യമാണ്. സൈന്യത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കും ഇനി ആ രാജ്യത്ത് നടപ്പിലാവുക. പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിൽ അതിശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സംഘർഷത്തിനിറങ്ങുന്ന എല്ലാവരെയും കരുതൽ തടങ്കലിൽ വെക്കാനാണ് സൈന്യത്തിൻ്റെ തീരുമാനം. അതനുസരിച്ച് വലിയ രീതിയിലുള്ള സംഘങ്ങൾ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ സംഘർഷം പക്ഷെ നമ്മളത് കണ്ടതാണ്. കാരണം പ്രധാനമായും ഇത്രയധികം യുവാക്കൾ ഈ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന സമരക്കാർ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് സമരം കൂടുതൽ ശക്തിപ്പെടുന്നത്. പക്ഷെ അത് പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാജി വരെയും കലാശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇനി സൈന്യം ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ഈ സമരം, ഈ പ്രക്ഷോഭം അടിച്ചൊതുക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? അതോ സമരക്കാരെ അനുനയിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ട് ഒരു അനുനയ ശ്രമമായിരിക്കുമോ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ടോം, എന്തായാലും അനുനയ നീക്കം തന്നെ ആയിരിക്കും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഒരുപക്ഷെ കൂടിപ്പോയാൽ ഈ സംഘർഷം ഉണ്ടാക്കുന്നവരെ കരുതൽ തടങ്കലിൽ വെക്കാനോ അവർക്ക് ചെറിയ ശിക്ഷ നൽകാനോ അതിനപ്പുറം മറ്റൊരു കടുത്ത നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഇന്നലെ അത്തരത്തിൽ ഇത് ചെറിയൊരു സമരമായി തുടങ്ങി, അത് പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ അത് സംഘർഷമായി മാറുന്നു. പാർലമെൻറ്റ് പരിസരത്തേക്ക് എത്തുമ്പോൾ ആ ഒരു സംഘർഷത്തിലാണ് 20ഓളം പേർ കൊല്ലപ്പെട്ടത്. ആ 20ഓളം പേർ കൊല്ലപ്പെട്ടതോടുകൂടിയാണോ ഇത് ഇത്തരത്തിൽ വലിയൊരു കലാപമായി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ തന്നെ ഒരു സർക്കാർ താഴെ വീണ സാഹചര്യത്തിൽ കൂടുതൽ കലാപകലുഷിതമാക്കാൻ, ഈ ഒരു പ്രശ്നത്തെ കലാപകലുഷിതമാക്കാൻ സർക്കാരോ സൈന്യമോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. സർക്കാർ താഴെ വീണിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ ഈ കലാപത്തിൽ നിന്ന്, പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നുള്ള സമവായ നീക്കം തന്നെയായിരിക്കും നേപ്പാളിലെ സൈന്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുക. മാത്രമല്ല അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും ഒക്കെ
കാഠ്മണ്ഡുവിൽ ഉള്ളതാണ്. UN അടക്കം ഇടപെട്ടു. അമേരിക്ക, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം വിഷയത്തിൽ ഇടപെട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ കണ്ണ് മുഴുവൻ ഇപ്പോൾ നേപ്പാളിലായ സ്ഥിതിക്ക് ഒരു കടുത്ത കൈക്ക് ഒരിക്കലും സൈന്യം ഇറങ്ങിത്തിരിക്കുമെന്ന് കരുതാനാകില്ല. ഇപ്പോൾ എത്രയും വേഗം ഇന്നത്തോടെ തന്നെ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു പ്രശ്നം ഒതുക്കി തീർത്ത് പ്രക്ഷോഭകരായിട്ടുള്ള യുവാക്കളെ പറഞ്ഞു മനസ്സിലാക്കി അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. അതേസമയം തന്നെ KP ഒലി ശർമ്മ അടക്കമുള്ള രാജിവെച്ച നേതാക്കളെയും മന്ത്രിമാരെയും രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക. ഇന്ന് വൈകുന്നേരം 6 മണിക്കൊരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. എന്തായാലും ഇനി അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും രാജിവെച്ച സാഹചര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാജ്യം വിട്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ അതുപോലെ ഹോട്ടൽ ഹിൽട്ടൺ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഹോട്ടലടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ രാജിവെച്ചെങ്കിലും ഈ നേതാക്കളൊന്നും രാജ്യത്ത് സുരക്ഷിതരല്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഇവരെ പ്രധാനപ്പെട്ട നേതാക്കളെ രാജ്യത്ത് നിന്ന് മാറ്റാൻ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട്. അഭിലാഷ്, നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഭരണസിനാ കേന്ദ്രങ്ങളും മന്ത്രിമാരുടെ വസതികളും പോലും പ്രക്ഷോഭകാരികൾ കൈയടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഈ സമരക്കാരുടെ നിയന്ത്രണത്തിലാണോ അതോ സൈന്യം ഇവരെ ഈ സമരം നടക്കുന്ന പ്രദേശങ്ങളിൽ സൈന്യം തിരിച്ചുപിടിച്ചിട്ടുണ്ടോ? അതിൻ്റെ നിയന്ത്രണ സൈന്യം തിരിച്ചുപിടിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒട്ടും തീരെ പ്രതീക്ഷിക്കാത്ത ഉണ്ടായ ഒരു സമരവും സംഘർഷവും പ്രക്ഷോഭവും ഒക്കെയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സൈന്യമൊന്നും ആദ്യം ഇത്തരത്തിലൊരു വലിയ പ്രക്ഷോഭത്തെ കരുതിയിരിക്കാത്തത് കൊണ്ട് തന്നെ അവരൊന്നും സജ്ജരായിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി 20 കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ വലിയൊരു കലാപമായിട്ട് മാറിയത്. ആ കലാപം പിന്നീട് മന്ത്രിമാരുടെയും പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ വീടുകളിലേക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലേക്കും നീങ്ങുകയായിരുന്നു. ഈ നീങ്ങിയെത്തിയ ഇരച്ചെത്തിയ ആളുകൾ നേരെ വീടുകൾ കയറി ഇറങ്ങുകയും അവിടെ തല്ലിത്തറക്കുകയും തീ വയ്ക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ KP ഒലി ശർമ്മയുടെ വസതി മാത്രമാണ് ഇപ്പോൾ സൈന്യത്തിന് വീണ്ടും പിടിച്ചടക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാ വീടുകളും തകർത്ത് എറിഞ്ഞ നിലയിലാണ്. KP ഒലി ശർമ്മയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ആൾക്കാരെ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ KP ഒലി ശർമ്മയുടെ വീടിന് ചുറ്റും ആരുമില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ബാക്കി എല്ലാവരും എയർപോർട്ട് ലക്ഷ്യമായി പായുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാഠ്മണ്ഡുവിലെ വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. പ്രദേശത്ത് അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടിയാൽ തടങ്കലിലെടുക്കാനുള്ള ഒരു നിയമമാണ് ഈ നിരോധനാജ്ഞ. അത് ഇപ്പോൾ അവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് ഈ നിരോധനാജ്ഞ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നിലവിൽ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും സൈന്യം രാജ്യത്തിൻ്റെ താക്കോൽ സ്ഥാനം ഏറ്റെടുക്കാൻ, രാജ്യത്തെ നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ തീരുമാനത്തോടെയാണ് KP ഒലി ശർമ്മ പ്രധാനമന്ത്രി പദം രാജിവെച്ചതും ഇപ്പോഴത്തെ സർക്കാർ താഴെ വീണതും. ടോം, വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് 3 ദിവസം മുൻപാണ് നേപ്പാൾ സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്ക് നേപ്പാളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്, വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതേ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജൻസി സമരം, യുവാക്കളുടെ സമരം വലിയ പ്രക്ഷോഭമായി മാറുന്നു. അത് ഒരു സർക്കാരിൻ്റെ പതനത്തിന് കാരണമാകുന്നു. പ്രധാനമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നേപ്പാളിലെ സ്ഥിതി നിയന്ത്രണ വിധേയമല്ല. സൈന്യം അവിടുത്തെ ഭരണം ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക? അതോ പ്രക്ഷോഭകാരികളെ ഈ ഒരു സമവായത്തിലൂടെ അവർ കാര്യങ്ങൾ ബോധിപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? അതാണ് ഇനി കണ്ടറിയേണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ധർമ്മസ്ഥലയിൽ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഘടകം എത്തിയതോടെ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര സന്ദർശിച്ചു. സൗജന്യ കേസിൽ പുനരന്വേഷണത്തിനായി നിയമസഹായം നൽകുമെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൗജന്യ കൊല്ലപ്പെട്ട് 13 വർഷത്തിന് ശേഷമുള്ള BJPയുടെ ഈ നീക്കം കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിനിടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകൻ മനാഫിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. സത്യം വിജയിക്കുമെന്നും
അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ തേടിയാണ് ചോദ്യം ചെയ്യലെന്നും മനാഫ് വ്യക്തമാക്കി. ഇന്നലെ ഒരു മണിക്ക് ചോദ്യം ചെയ്യൽ തുടർന്നതാണ്. അർദ്ധരാത്രി വരെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഒറ്റപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. കൂട്ടായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ എല്ലാവരെയും ഇരുത്തിയിട്ടും ചോദ്യം ചെയ്ത് ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല സമ്മർദ്ദങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും കാണുന്നുണ്ട് അവിടെ. നിങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളെ എന്താവുള്ളൂ SITന്റെ ഭാഗത്തുനിന്ന് അത് എടുക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇവിടെ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഭീഷണി ഉണ്ടായി, ആക്ഷൻ കമ്മിറ്റികൾ ഭാരവാഹികൾക്ക് നേരെ ഭീഷണി ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുമ്പോഴാണ് ഈ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ നീക്കം, അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകുന്നു, എല്ലാ നിയമസഹായവും നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പ് നൽകുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക്? തീർച്ചയായും ടോമെ, ഈ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് SITയുടെ അന്വേഷണം 54 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ വഴിത്തിരിവ്, രാഷ്ട്രീയമായ ഒരു വഴിത്തിരിവുണ്ടായെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമസഭയിലൊക്കെ BJP ആണ് വലിയ ആരോപണവുമായി രംഗത്ത് വന്നത്. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി, സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ ഇത്തരത്തിൽ വിദേശത്തു നിന്ന് ഫണ്ട് ഉൾപ്പെടെ ലഭിച്ചു എന്ന രീതിയിലൊക്കെ വലിയ തോതിലുള്ള ആരോപണം BJP ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ, അതായത് യെദ്യൂരപ്പയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം, BJP സംസ്ഥാന പ്രസിഡന്റായ വിജേന്ദ്ര, ഇദ്ദേഹം തന്നെ നേരിട്ട് സൗജന്യയുടെ വീട്ടിലെത്തുകയും സൗജന്യയുടെ അമ്മയോടും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരനോടും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് 2012 സൗജന്യ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം 13 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ BJP നേരിട്ട് ഇതിൽ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകുന്നത് എന്നതും ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും BJP ഈ കാര്യത്തിൽ ഇതിൽ ഒരു പ്രതിയെ നേരത്തെ തന്നെ ഇവർ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇയാളെ സുപ്രീം കോടതി കുറ്റവിമുക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പുനരന്വേഷണത്തിന് വേണ്ട സാമ്പത്തിക സഹായം ഉൾപ്പെടെ BJP ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വളരെ വൈകാരികമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. സൗജന്യയുടെ അമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ വിവരിച്ചത്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ഒരു ചോദ്യം വളരെ വൈകാരികമായി അവർ BJPയോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും RSS BJP അനുകൂലികളാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം BJPക്കെതിരെ വന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ കർണാടകയിൽ ഇടയാക്കിയിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മനാഫിനെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു. അതായത് 20 മണിക്കൂറിലധികമായി ഇപ്പോൾ മനാഫിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. എന്തായാലും SIT ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സഹായകരമായ ഇതിന്റെ തെളിവുകളും അത്തരം കാര്യങ്ങളും ഒക്കെയാണ് മനാഫിനോട് ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. അതായത് ഇന്നലെ 1 മണിക്കാണ് മനാഫ് ബൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ ഹാജരാകുന്നതും ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതും. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി 12 മണിയോടുകൂടി ഇദ്ദേഹത്തെ വിട്ടേക്കുകയും വീണ്ടും രാവിലെ 9 മണിക്ക് ചോദ്യം ചെയ്യാൻ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത്. SITയുടെ ഈ ഒരു ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ അത് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കൊപ്പം ഇരുത്തിയും ഒപ്പം തനിച്ചും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. SIT ഇതിന്റെ കൃത്യമായ കാര്യത്തിലൂടെയാണ് പോകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയില്ല എന്ന തരത്തിലാണ് മനാഫ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ ട്വിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതായത് ബംഗളകുട്ടയിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ധർമ്മസ്ഥലിൽ ഉണ്ടായിട്ടുണ്ട്. ആ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുകൂടാതെ ബംഗളകുട്ടയിൽ ഇനി വീണ്ടും ഒരു തെരച്ചിൽ നടത്താൻ SIT ഒരുങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി ഇതിന് ചുറ്റും വലിയ തോതിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മുൻ ശുചീകരണ തൊഴിലാളിയും ഈ സ്ഥലത്തേക്ക്, തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുമോ? നേരത്തെ ഇയാൾ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഈ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതാണ്, പ്രതി ചേർത്തതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണോ അതോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണോ?
ടോമെ, ഇയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ബംഗളഗുഡയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കെട്ട സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതല്ല. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി, ഒപ്പം സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ല ഗൌഡ എന്ന് പറയുന്നയാൾ, അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിൽ പല ചാനലുകൾക്കും ബംഗളഗുഡയിൽ കൂടുതൽ മൃതദേഹ ആവശ്യങ്ങളുണ്ട്, താൻ കാട്ടിത്തരാമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നടത്തിയ ഒരു തെരച്ചിലാണ് ഒന്നിലധികം, അതായത് നമ്മൾക്ക് അത് കൃത്യമായ കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല, പക്ഷെ 5ഓളം മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ മൃതദേഹാവശ്യങ്ങൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രം എടുത്തു കൊടുത്തതാണെന്നും ഈ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വാക്ക് വിശ്വസിച്ച് കൃത്യമായി ഈ സ്ഥലം പരിശോധിച്ച് കൂടുതൽ ഇവിടെ നിന്നും ഈ മൃതദേഹാവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ SIT നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും BJP ഒരു ഭാഗത്ത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പൂർണ്ണ പിന്തുണമായി രംഗത്തെത്തുന്നു. ഒപ്പം SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വീണ്ടും തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പുതിയൊരു വിവരം വരുന്നത് ഫോറൻസിക് പരിശോധനാ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ SIT പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ നേരത്തെ ലഭിച്ച, അതായത് 6 പോയിന്റിലും 11A ബംഗളഗുഡയിലാണ് ഈ 11A പോയിന്റ് ഉള്ളത്. അവിടെ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് അതിൽ ഇനി കുറച്ചും കൂടി വ്യക്തത വരാനുണ്ട്. ഏത് വർഷം കൊല്ലപ്പെട്ട ആളുകൾ, അതല്ല ഇത് ആരുടെ മൃതദേഹം, അത്തരം വിവരങ്ങൾ ഏതൊക്കെ SITക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ നിർണായകമായിരിക്കും. അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വീണ്ടും തിരച്ചിലുണ്ടാകുമോ, അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ശുചീകരണ തൊഴിലാളിയായ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ചിന്നയെ എന്തുകൊണ്ട് ബംഗളഗുഡയിലെ ഈ സ്ഥലം SITക്ക് കാട്ടിക്കൊടുത്തില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ വിട്ടല ഗൌഡിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹാവശ്യം കണ്ടെത്തിയത്. ആ ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടിയത് വിട്ടല ഗൌഡ എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് കൂടുതൽ മൃതദേഹാവശ്യങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പല കന്നഡ ചാനലുകൾക്കും അത്തരത്തിലുള്ള അഭിമുഖം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു പരിശോധന ഇവിടെ നടത്താൻ SIT ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് മനാഫിനെ കൂടി ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നതോടുകൂടി ഈ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയാകും. ഇനി വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട ആളുകളെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെയാണ് കൂടുതൽ ചോദ്യം ചെയ്തത്. കാരണം ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്ന വലിയ തോതിലുള്ള വാദം ഉയർന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ആണ് ഇത് ആദ്യം ഇത്തരത്തിലുള്ള ഒരു വാദം ഉയർത്തിയത്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പ്രതി ചേർക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഇത് ഗൂഢാലോചനയാണ്. ഈ ആരോപണം, ഈ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു എന്നായിരുന്നു SIT ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും മാറിമറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് SITയുടെ നീക്കം നിലവിലുള്ളത്. നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം പരാതിക്കാരിയായ നടി മാഫിയുടെ നിയന്ത്രണത്തിലെന്നാണ് സനൽകുമാർ ശശിധരന്റെ ആരോപണം. നടിയെ നിയന്ത്രിക്കുന്നത് മാനേജർ ബിനീഷ് ചന്ദ്രനാണ്. നടിയുടെ പേരിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നും സനൽ ആരോപിച്ചു. തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിന്റെ പിടിയിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്കെതിരെ മാത്രമല്ല, ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുത്ത് ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നത്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല, ആ കേസിലൊന്നും തന്നെ തെളിവ് എടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെട്ട് അകറ്റാൻ വേണ്ടി മാത്രം സെയിം രീതിയിലാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും സനൽകുമാർ ശശിധരന് നിലവിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. എന്തായിരിക്കും ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ? കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് മറ്റൊരു ഉപാധികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെയാണ് ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഇതിൽ ഇപ്പോൾ സനൽകുമാർ പറയുന്നത് പോലെ ഇത്
ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെയുള്ള കേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്കെതിരെ ആസൂത്രിതമായി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ പരാതിക്കാരി എന്ന് പറയുന്ന നടി അവർ നേരിട്ട പരാതി നൽകിയിട്ടില്ല. തനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് നേരിട്ട പരാതി നൽകാൻ മടി എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് ഒരു മാഫിയയുടെ പിടിയിലാണ് ഈ നടി എന്ന് പറയുന്നയാൾ. ഈ വ്യക്തി അങ്ങനെയാണ്. അവർക്കൊപ്പം, ഈ മാഫിയകൾക്കൊപ്പമാണ് പോലീസ് നിലനിൽക്കുന്നത് എന്നതാണ് ഈ സനൽകുമാറിൻ്റെ ഒരു ആരോപണമായി പറയുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, നടിയുടെ കൂടി ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് താൻ കൂടി ഇതിൽ മാഫിയകൾക്കെതിരെ പോരാടുന്നത് എന്നതെല്ലാം അങ്ങനെയെല്ലാമാണ് ഈ സനൽകുമാർ ഇത്തരം കാര്യങ്ങളെ പറയുന്നത്. എന്തായാലും ഈ കേസിൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകും. നേരത്തെയും ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു 2022-ൽ. അതിൽ തുടർ നടപടികൾ, ജാമ്യ വ്യവസ്ഥകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകളുടെ കൂടി ലംഘനം എന്ന രീതിയിലാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്യാതിരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ പരാതി വരുമ്പോൾ അതിൻ്റെ കൂടി ലംഘനമാണ്. ഫലത്തിൽ ആ കേസ് കൂടി ഒന്നുകൂടി സജീവമാകുന്നു എന്നതാണ്. അപ്പോൾ രണ്ട് കേസുകളുടെ ഒരു പ്രാബല്യത്തിലേക്ക് വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രണ്ടും സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നതടക്കമുള്ളൊരു സമാന വകുപ്പുകൾ കാര്യങ്ങളും എല്ലാം തന്നെയാണ്. എന്തായാലും അതൊന്ന് കോടതി അലക്ഷ്യം കൂടിയാകുന്നു എന്നതാണ്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കേസിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും ഈ പരാതി നൽകിയിരിക്കുന്നവരിൽ നിന്നുള്ളൊരു വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചാണ് ഈ സനൽകുമാർ ശശി തന്നെ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. മുംബൈ വിമാനത്താവളത്തിൽ അവിടെ തടഞ്ഞു വെച്ചതിന് ശേഷം ഇവിടെ നിന്ന്, കൊച്ചിയിൽ നിന്ന് പോലീസ് എത്തിയാണ് ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും എല്ലാം ചെയ്തു. അപ്പോൾ ഇതിൽ പറഞ്ഞത് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഫ്ലൈറ്റ് പിടിച്ച് വരുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു. അതിന് മാത്രം താൻ എന്ത് പ്രതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഇതിലൊരു സ്വാധീനം എന്താണെന്ന് മനസ്സിലാകും എന്നതെല്ലാമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ MDMA-യുമായി ഡോക്ടർ പിടിയിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അംജദ് അഹ്സാനാണ് പിടിയിലായത്. നോർത്ത് പുറവൂർ സ്വദേശിയാണ് ഇയാൾ. 84 ഗ്രാം MDMA-യാണ് ഡോക്ടറിൽ നിന്നും പിടികൂടിയത്. അതിനിടെ 1 കിലോ കഞ്ചാവുമായി ഇന്നലെ പാലക്കാട് ഒരു അഭിഭാഷകനും അറസ്റ്റിലായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുകൊണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, സമൂഹത്തിലൊരു പൊതുവെ എല്ലാവരും ആദരിക്കുന്ന ഡോക്ടർമാർ, അഭിഭാഷകരൊക്കെയാണ് ഇപ്പോൾ ലഹരി കേസിൽ പിടിയിലാകുന്നത്. എങ്ങനെയാണ് ഈ അംജദ് അഹ്സാൻ ഈ കേസിൽപ്പെട്ടത്? ഈ 84 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് ഒരാൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാകില്ല, മറ്റു കൂട്ടുകാർക്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ എത്തിച്ചതായിരുന്നോ? അതൊരു ചെറിയ തിരുത്തുണ്ട്. 0.84 ഗ്രാമാണ് പിടികൂടിയത്. അതായത് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടെന്നാണ് ഈ ഡാൻസർ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. 84 ഗ്രാമിനുള്ളതല്ല. അതൊരു വലിയ, ടോം സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ അളവാണ്. വലിയ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന MDMA ആണ്, അല്ലെങ്കിൽ രാസലഹരിയാണ്. ഇത് 0.84 ഗ്രാമാണ് പിടികൂടിയത്. ചെറിയ ഒരു തിരുത്ത് അതിലുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഈ അംജദ് അഹ്സാൻ എന്ന് പറയുന്ന ഇയാൾ കഴിഞ്ഞ വർഷം ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെ ഹൗസ് സർജൻസി ചെയ്തിരുന്ന ആളാണ്. ഉക്രൈനിലാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി ശ്രീജിത്തിനെ 1 കിലോ കഞ്ചാവുമായി പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇത് രണ്ടും, അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹം ഡോക്ടറാണ്. ഇത് രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൽ നമ്മൾ എപ്പോഴും പ്രൊഫഷണൽസ് എന്ന് കരുതുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. അതുമാത്രമല്ല, ഇത്തരം ആളുകൾ കൂടി ഇതിലേക്ക് വരുന്നത് ഇതിൻ്റെ ഭാഗമാകുന്ന പ്രൊഫഷണൽ കരിയറിന് തന്നെ നാണക്കേടാകുന്ന അതിൽ
ആ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ കൂടി അപമാനമാകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഈ അംജദ് ഹസാൻ എന്ന് പറയുന്ന ആൾ ഡോക്ടറാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളിൽ കൂടി ഇത്തരം പരിശോധനകൾ വ്യാപകമാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും വളരെ സീരിയസ് ആയുള്ള ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ അംജദ് ഹസാന്റെ കരിയർ നോക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ ഹൗസ് സർജൻസിയിൽ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഹൗസ് സർജൻസിയിൽ ഉണ്ടായിരുന്നു, മറ്റൊരു ഹോസ്പിറ്റലിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് രോഗികൾക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇയാളുടെ ട്രീറ്റ്മെന്റിലോ വിശ്വസിക്കാൻ പറ്റുന്നത് ഏത് സാഹചര്യത്തിൽ? അഭിഭാഷകന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണോ അതോ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള? വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാരണം ഇവിടെ ഈ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലേറെ ആദരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ലഹരിക്ക് അടിമകളാകുന്ന കാഴ്ച ഈ സമീപ ദിവസങ്ങളിൽ ചില ദൃശ്യങ്ങൾ കണ്ടതാണ്. ആശുപത്രികളിൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ഈ അക്രമകാരികളാകുന്ന ചില ഡോക്ടർമാർ സാധാരണ രോഗികൾക്ക് മേൽ പോലും ഈ രീതിയിൽ പെരുമാറുന്നവരുണ്ട്. ഇവരൊക്കെ ലഹരിക്ക് അടിമകളാണോ എന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.